ചക്ഷുരുന്മീലനാഥസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. एवं श्री विष्णुपाद परमहंस परिव्रजाचार्य अष्टोत्तर साधक श्रीवेंद्री सफयाचरण भक्ति वेदांत स्वामी श्रील प्रभुपाद की जय. अनंत कोटि वैष्णव वृंद की जय. श्री श्री राधा माधव की जय. श्री श्री की जय. गौर प्रेमानंदे हरे कृष्ण. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. हरे कृष्णा. श्रीमद चैतन्य चरितामृतम मध्यलीला चैप्टर 9 टेक्स्ट 20. दीन तारा खरे राही पिशाखारी तारे कृपा खरी आगे कालीला गौര ഹരി. വർത്തനം. ആ ദിവസം ഭഗവാൻ ചൈതന്യ അവിടെ താമസിച്ച് തന്റെ വീട്ടിൽ പ്രസാദം സ്വീകരിച്ചു. ഈ രീതിയിൽ അദ്ദേഹത്തിന് കരുണ കാണിച്ച ശേഷം ഭഗവാൻ മുന്നോട്ട് പോയി. അതായത് ഭഗവാൻ ബ്രാഹ്മണന്റെ വീട്ടിലെ പോകുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് രാമചന്ദ്ര ഭഗവാന്റെ പ്രതിഷ്ഠയെ ഭഗവാൻ ദർശിക്കുന്നുണ്ട്. അതായത് 18ാമത്തെ ശ്ലോകത്തിലൊക്കെ അതാണ് പറയുന്നത്. ഭഗവാന് കുടാവ ഗ്രാമത്തിൽ നിന്ന് 10 മൈൽ കിഴക്കായിട്ട് ബനാറസ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ആൽമരമുണ്ട്, വാട. അപ്പൊ അവിടെ രഘുനാഥന്റെ ദർശനമൊക്കെ എടുത്തതിന് ശേഷം അദ്ദേഹം ബ്രാഹ്മണന്റെ ക്ഷണപ്രകാരം അദ്ദേഹം ആ ബ്രാഹ്മണന്റെ വീട്ടിൽ പോകുന്നതും പ്രസാദം കഴിക്കുന്നതുമാണ്. ഈ ബ്രാഹ്മണന് സദാസമയം രാമചന്ദ്ര ഭഗവാന്റെ പുണ്യനാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുണ്യനാമം ജപിച്ചത് കൊണ്ട് ബ്രാഹ്മണൻ ഒരു അക്ഷരവും മിണ്ടിയില്ല. അപ്പൊ അതാണ്. അപ്പം ഇനി 20ാമത്തെ ഇതിൽ പറയുന്നത് ഭഗവാന് ആ ബ്രാഹ്മണന്റെ വീട്ടിൽ താമസിച്ച് പ്രസാദം സ്വീകരിച്ചു. അപ്പൊ അദ്ദേഹത്തിൽ കാരുണ്യം ചൊരിഞ്ഞു. ഭഗവാന്റെ തിരുനാമത്തിന്റെ രാമൻ ഓരോരുത്തരുടെ വിശ്വാസം. അപ്പൊ അതായത് ഇപ്പം അതാണ് ദൃഢമായിട്ടുള്ള വിശ്വാസമാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പം ശ്രീരാമന്റെ നാമമായാലും കൃഷ്ണന്റെ നാമമായാലും എത്ര വിശ്വാസത്തോടു കൂടി ഓരോ ഭക്തന്മാര് ജപിക്കുന്നോ അവരുടെ ദൃഢമായ വിശ്വാസം ഭഗവാനിലും ഭഗവാന്റെ തിരുനാമത്തിലും ഉണ്ട്. അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത്. ശ്ലോകം 21. സ്കന്ദക്ഷേത്ര തീർത്ഥേ കൈലാ സ്കന്ദ ദർശന ത്രിമത്ത ഐലാതാഹം ദേഖി ത്രിവിക്രമ. സ്കന്ദക്ഷേത്രം എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു സ്കന്ദക്ഷേത്രം സന്ദർശിച്ചു. അവിടെ നിന്ന് അദ്ദേഹം ത്രിമഠത്തിലേക്ക് പോയി അവിടെ വിഷ്ണു ദേവതയായ ത്രിവിക്രമനെ കണ്ടു.
അപ്പൊ പിന്നീട് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കണം, നമ്മള് ഭഗവാൻ ഇപ്പം ദക്ഷിണേന്ത്യ സന്ദർശനം നടത്തുകയാണ്. അവൻ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോവുകയും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ ആൾക്കാരെ ഭക്തന്മാരാക്കി അവരോട് ഹരിനാമം ജപിപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. ഭഗവാന്റെ ലക്ഷ്യം അതാണ്. ഇപ്പം എന്താണ് ബംഗാളിൽ, അതായത് നവദ്വീപിൽ കഴിഞ്ഞ ഭഗവാൻ ദക്ഷിണേന്ത്യ മുഴുവൻ കാൽനടയായിട്ട് സന്ദർശിച്ച് അവിടെ എല്ലാം ഹരിനാമത്തിന്റെ വെള്ളപ്പൊക്കം, അതാണ് ഫ്ലഡഡ് വിത്ത് ഹരിനാമത്തിന്റെ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു ഭഗവാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഭഗവാന്റെ തിരുനാമം ആരാണോ ജപിക്കുന്നത് അവരിൽ കൃഷ്ണഭക്തി ഉയർന്നു വരും. അതായത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ ഒരു നിമിഷം കാണുന്ന മാത്രയിൽ തന്നെ, അദ്ദേഹത്തിന്റെ ഒരു കടാക്ഷം ഏൽക്കുന്ന മാത്രയിൽ തന്നെ, അദ്ദേഹത്തിന്റെ ഒരു ദർശനം കിട്ടുന്ന മാത്രയിൽ തന്നെ ഏത് ഭക്തിയില്ലാത്തവരുടെയും ഹൃദയത്തിലെ പരിശുദ്ധി ഉണ്ടാകും. അതാണ് ഭഗവത് ദർശനത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത്, ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് അത് ചൈതന്യവത്താണ് ക്ഷേത്രങ്ങൾ. അപ്പൊ ആ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ അവിടെ ആ ഭഗവത് ദർശനം എടുക്കുമ്പോഴാ ആ ചൈതന്യത്തിന്റെ എന്താ പറയാ വിഗ്രഹത്തിന്റെ ചൈതന്യം കൊണ്ട് നമ്മള് ഭഗവാനെ നേരെ ചൊവ്വേ ദർശിച്ചില്ലെങ്കിലും ആ വിഗ്രഹത്തിന്റെ ദർശനം അഥവാ ചൈതന്യം നമ്മളിലേക്ക് പകരും. അപ്പൊ അങ്ങനെ വരുമ്പോഴാ ആ ദർശനത്തിൽ കൂടി നമുക്ക് നമ്മുടെ മനസ്സിന്, നമ്മുടെ അവബോധത്തിന് പരിശുദ്ധി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നാമം കൂടെ ഒക്കെ ജപിക്കുമ്പോഴാ ഭഗവാൻ, വിശേഷിച്ചിപ്പം നമുക്ക് കലിയുഗത്തിലെ ഭഗവാന്റെ വിശുദ്ധ നാമം ജപിക്കുന്നതാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ സ്വയം നേരിട്ട് ഓരോരുത്തരെയും ചെന്നിട്ട് ഓരോ ജീവാത്മാക്കളിലും ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹിമ ആഹ്വാനം ചെയ്തു കൊടുക്കുകയാണ്. സ്വയം ഭഗവാനെ കാണുകയും, ഏതൊരു ജീവാത്മാവ് ഭഗവാനെ സ്വയം കാണുകയും അദ്ദേഹത്തിന്റെ അധരപുടങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന നാമം കേൾക്കുകയും കൂടെ ചെയ്യുമ്പോഴാ അവരിൽ കൃഷ്ണഭക്തി, കൃഷ്ണപ്രേമം തനിയേ വരും. അതാണ്. അപ്പൊ പിന്നെ ഭഗവാൻ ആ സ്കന്ദക്ഷേത്രത്തിൽ പോയി അവിടുന്ന് പിന്നീട് ത്രിമഠത്തിൽ ചെന്നു. അവിടെ നിന്നാണ് ത്രിവിക്രമനെ കാണുന്നത് ഭഗവാൻ. പുനസിദ്ധാവാഠ ഐലാസേയി വിപ്രഘാരി സേയി വിപ്ര കൃഷ്ണനാമാലയ നിരന്തരേ. ത്രിവിക്രമ ക്ഷേത്രം സന്ദർശിച്ച ശേഷം ഭഗവാൻ സിദ്ധവടത്തിലേക്ക് മടങ്ങി. അവിടെ വീണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണനെ വീട് അദ്ദേഹം സന്ദർശിച്ചു. വീണ്ടും അദ്ദേഹം ത്രിവിക്രമനെ നമുക്കറിയാലോ, വാമനദേവനാണ്. അവിടെ സന്ദർശിച്ചതിന് ശേഷമാണ് ഭഗവാൻ ഈ വാമന ക്ഷേത്രം എന്ന് പറയുന്നത് അതാണ് ആ വാമന ക്ഷേത്രം അങ്ങനെ അവിടെ സന്ദർശിക്കുമ്പോഴാണ് അതിനുശേഷം അദ്ദേഹം ഈ ബ്രാഹ്മണനെ കണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതാണ്. സ്കന്ദക്ഷേത്രത്തിൽ നിന്ന് ത്രിമഠത്തിലേക്ക് പോയി. പിന്നെ അതിനുശേഷം അദ്ദേഹം ത്രിവിക്രമ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം ഭഗവാൻ സിദ്ധവടത്തിലേക്കാണ്. അവിടെയാണ് ഭഗവാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിരുന്ന ബ്രാഹ്മണന്റെ വീട് സന്ദർശിച്ചത്. ശ്ലോകം 23. ഭിക്ഷാകരി മഹാപ്രഭു താരേ പ്രശ്ന കൈല കഹാ വിപ്ര ഈ തോമാര ഹൈല. അവിടെ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ശ്രീ ചൈതന്യ മഹാപ്രഭു ബ്രാഹ്മണനോട് ചോദിച്ചു, എന്റെ പ്രിയ സുഹൃത്തെ, ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് ദയവായി എന്നോട് പറയൂ. അപ്പൊ അന്നേരം അവിടെ ചെന്നിട്ട് ഭഗവാൻ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ബ്രാഹ്മണന്റെ ക്ഷണപ്രകാരം ഇപ്പൊ ഉച്ചഭക്ഷണമൊക്കെ സ്വീകരിച്ച ശേഷം ചൈതന്യ മഹാപ്രഭു ചോദിക്കുകയാണ്, ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അതായത് എന്റെ പ്രിയ ബ്രാഹ്മണ സുഹൃത്തെ, നിങ്ങളുടെ സ്ഥാനം എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ സേവ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭക്തന്റെ നില എന്താണ്? ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് കേൾക്കുന്നുണ്ട്.
അനിഷ്ടഭക്തനുണ്ട്, എന്താ മധ്യമാധികാരിയുണ്ട്, ഉത്തമാധികാരിയുണ്ട്. അപ്പം പിന്നെ അതുപോലെ പരിശുദ്ധ പ്രേമം ഉള്ള ഭക്തന്മാര്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനം എന്ന് ചോദിക്കുന്നത്. ശ്ലോകം 24. പൂർവേ തൂമി നിരന്തര ലൈതേ രാമനാമ. അതായത് നിങ്ങള് രാമനാമമാണ് ജപിച്ചിരുന്നത്, പുണ്യനാമം. ഏബേ കേനെ നിരന്തര ലാവോ കൃഷ്ണനാമ. അപ്പൊ നിങ്ങൾ നിരന്തരം കൃഷ്ണന്റെ ശ്രീരാമന്റെ തിരുനാമമാണല്ലോ ജപിച്ചിരുന്നത്. ഇപ്പോഴെന്തിനാണ് നിങ്ങൾ കൃഷ്ണന്റെ തിരുനാമം ജപിക്കുന്നത്? അപ്പം നേരത്തെ നമ്മൾ കേട്ടത് അദ്ദേഹം ഈ ബ്രാഹ്മണന സദാസമയവും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നാമമാണ് ജപിച്ചുകൊണ്ടിരുന്നത്, രാമരാമ. അപ്പം ഭഗവാൻ അവിടെ ചെന്നു, കുറെ നേരം അവിടെ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം അവിടുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ അന്നേരമാണ് ചോദിക്കുന്നത്, നിങ്ങള് ഇപ്പൊ ഏത് ദശ എന്ന് വെച്ചാൽ, ദശ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നിങ്ങൾ ഇപ്പൊ ഏത് സ്ഥാനമാണ് നിങ്ങൾക്കിപ്പോ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പിന്നീട് ഇപ്പൊ ചോദിച്ചത് എന്താണ്? പൂർവേ തുമി എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ നിരന്തരമായിട്ട് നിരന്തര ലൈതേ രാമനാമ, നിരന്തരമായിട്ട് രാമനാമം ജപിച്ചുകൊണ്ടിരുന്ന നിങ്ങള് ഇപ്പോഴെന്താണ്? കേനെന്ന് വെച്ചാൽ എന്തുകൊണ്ട്? നിരന്തര ലാവോ കൃഷ്ണനാമം. ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ കൃഷ്ണന്റെ നാമം നിരന്തരം ജപിക്കുന്നത്? അപ്പം മുമ്പ് നീ നിരന്തരം ശ്രീരാമന്റെ നാമമാണല്ലോ ജപിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴെന്തിനാണ് കൃഷ്ണന്റെ തിരുനാമം ജപിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വിപ്രബലേ ഈ തോമാര ദർശന പ്രഭാവേ തോമാദേഹി ഗേലാമോര ആ ജന്മ സ്വഭാവ. അപ്പൊ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞ എന്താണ്? അങ്ങയുടെ ദർശനം, തോമാര ദർശന പ്രഭവേ, അങ്ങയുടെ സന്ദർശനത്തിന്റെ സ്വാധീനത്താൽ. മനസ്സിലായോ? അതാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനത്തിന്റെ സ്വാധീനത്താൽ, അഥവാ അങ്ങയെ കണ്ടതിന് ശേഷം, തോമാദേഹി എന്ന് വെച്ചാൽ അങ്ങയെ കണ്ടതിന് ശേഷം എൻ്റെ ഈ ജന്മ സ്വഭാവം, ഇപ്പൊ ചിലർക്ക് ആജന്മ സ്വഭാവം ഉണ്ടെന്ന് പറയും. നമ്മൾ പറയത്തില്ല ജന്മവാസന, ആ ജന്മ സ്വഭാവം എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ജീവനാന്ത പരിശീലനം എനിക്ക് നഷ്ടപ്പെട്ടു. മനസ്സിലായോ പറഞ്ഞ? അതായത് എനിക്ക് ഇതെല്ലാം അങ്ങയുടെ സ്വാധീനം മൂലമാണ്. അതാണ് ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സാമീപ്യം, ഭഗവാന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അതായത് കുറച്ച് നേരത്തെ അസോസിയേഷൻ, മഹാപ്രഭുവിന്റെ വളരെ കുറച്ച് നേരത്തെ അസോസിയേഷൻ ഈ ബ്രാഹ്മണന് കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന്റെ അതായത് അദ്ദേഹം എന്താ പറയാ, കുട്ടിക്കാലം മുതലേ ആജന്മ സ്വഭാവം പോലും അദ്ദേഹം മാറിപ്പോയി. അദ്ദേഹത്തിന്റെ പ്രകൃതി ആജന്മ പ്രകൃതി എന്നാണ് പറയുന്നത്, ആജന്മ സ്വഭാവം. അപ്പൊ അത് എനിക്ക് അന്നേ മുതലുള്ള ആ ഒരു സ്വഭാവം അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അതാണ് ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സാമീപ്യം, ഭഗവാന്റെ എന്താ പറയാ, ഭഗവാനോട് ഒരു സെക്കൻഡ്, ഒരു നിമിഷത്തെ സഹവാസം, ഒരു നിമിഷത്തെ കടാക്ഷം, അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ജീവാത്മാവിൽ ഭഗവാന്റെ സ്വാധീനം വളരെ വലുതാണ്. ബാല്യവധി രാമനാമഗ്രഹണ അമാര തോമാദേഹി കൃഷ്ണനാമ ആയില്ല ഏകഭാര. അതായത് എൻ്റെ ബാല്യകാലം മുതല്, കുട്ടിക്കാലം മുതല് ഞാൻ രാമമാണ് ജപിച്ചുകൊണ്ടിരുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ തിരുനാമമാണ് രാമനാമഗ്രഹണം. ഭഗവാൻ രാമചന്ദ്രന്റെ പുണ്യനാമമാണ് ഞാൻ ജപിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങയെ കണ്ടപ്പോൾ, തോമാദേഹി അങ്ങയെ കണ്ടപ്പോൾ മുതല് കൃഷ്ണനാമം, ഭഗവാൻ കൃഷ്ണന്റെ പുണ്യനാമം ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമം ഒരു പ്രാവശ്യം മാത്രമേ ജപിച്ചുള്ളൂ. പക്ഷെ അങ്ങയെ കണ്ടപ്പോൾ മുതല് എൻ്റെ മനസ്സിൽ ഇപ്പോ എന്താണ്? കൃഷ്ണനാമം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഞാൻ ഭഗവാന്റെ കൃഷ്ണന്റെ നാമം ഒരു തവണ മാത്രമേ ജപിച്ചുള്ളൂ. അതാണ് സേഹൈതേ കൃഷ്ണനാമ ജിഹ്വദേവശീല കൃഷ്ണനാമ സ്ഫുരേ രാമ നാമ ദുരേഗല.
അപ്പൊ അന്ന് മുതൽ കൃഷ്ണന്റെ തിരുനാമം എന്റെ നാവിൽ ഉറച്ചു നിന്നു. അപ്പൊ ഞാൻ തീർച്ചയായും കൃഷ്ണന്റെ തിരുനാമം ജപിക്കാൻ തുടങ്ങിയത് മുതല് ശ്രീരാമചന്ദ്രന്റെ തിരുനാമം വളരെ അകലെയായിപ്പോയി. അപ്പൊ അതാണ് മഹാപ്രഭുവിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പം അന്ന് മുതൽ അപ്പൊ കൃഷ്ണനാമം അന്ന് അങ്ങ് എന്റെ വീട്ടിൽ വന്നു. ഞാൻ അന്നുമൊക്കെ രാമനാമമാണ് ജപിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങ് വന്നതിന് ശേഷം ഇപ്പൊ എന്റെ ഈ ശ്രീരാമചന്ദ്രന്റെ രാമനാമം എന്നിൽ നിന്ന് അകന്നുപോയി, വളരെ അകലെയായിപ്പോയി. ഇപ്പൊ കൃഷ്ണന്റെ തിരുനാമമാണ് എന്റെ നാവിൽ ഉറച്ചു നിൽക്കുന്നത്. അതാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എപ്പോഴും കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 ഹേ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷാമാം എന്ന് പാടിയാണ് അദ്ദേഹം. കാരണം നമ്മൾ കൃഷ്ണന്റെയും രാമന്റെയും നാമം ഒരേപോലെ പറയുമെങ്കിലും കൃഷ്ണനാണ് മുൻതൂക്കം. അപ്പൊ ഇവിടെ മഹാപ്രഭു എന്ന് പറയുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം രാധാഭാവത്തിൽ വന്ന ആളാണ്. അപ്പം ആരദ്ദേഹത്തെ കാണുന്നു, ആരദ്ദേഹത്തിന്റെ ദർശനം ആര് അദ്ദേഹത്തെ ഒരു തവണ വീക്ഷിക്കുന്നു, അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തർക്കും അദ്ദേഹത്തിൽ അത്രമാത്രം സ്വാധീനം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ബാല്യകാല ഹൈദേമോരാ സ്വഭാവ ഏകാഹായ നാമേരാമാഹീമ ശാസ്ത്ര കാര്യ സഞ്ജായ. എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ ജപം പരിശീലിക്കുകയും ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വിശുദ്ധ നാമത്തിന്റെ മഹത്വങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നയാളാണ് കുട്ടിക്കാലം മുതൽ. അപ്പൊ അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ ഈ ഒരു സ്വഭാവമാണ് അദ്ദേഹം അഭ്യസിച്ചു കൊണ്ടിരുന്നത്. അതായത് വിശുദ്ധ നാമത്തിന്റെ മഹത്വം. നമ്മളായാലും ഇപ്പൊ നാമം ജപിച്ചതിന് ശേഷം രാവിലത്തേക്ക് നാമജപം കഴിഞ്ഞ് നമുക്ക് നാമാമൃത വായിക്കും. നാമാമൃത എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അതായത് ഹരിനാമത്തിന്റെ മഹത്വം, ഹരിനാമത്തിന്റെ മഹിമ, വിശുദ്ധ നാമത്തിന്റെ പ്രസക്തി, ഇതൊക്കെ നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് നാമം ജപിക്കുന്നു, എന്താണ് അതിന്റെ പ്രാധാന്യം, നമ്മളിൽ എത്രമാത്രം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒരു ജീവാത്മാവിന് അത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ ഹരിനാമത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ അതാണ് നാമത്തിന്റെ മഹിമ, അമൃതം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എവിടുന്നാകും നമുക്ക് കിട്ടുന്നത്? പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, പിന്നെ വിശേഷിപ്പ ചൈതന്യ ചരിതാമൃതം. നമ്മൾക്ക് നാമാമൃത എന്ന് പറഞ്ഞൊരു അതിനകത്ത് ഈ 3, അതായത് ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഇതിൽ 3ലും ശ്രീല പ്രഭുപാദും പിന്നെ അതിനകത്തൊന്ന് എടുത്ത് ഈ നാമത്തിന്റെ പ്രസക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. അപ്പൊ ആ ഗ്രന്ഥങ്ങള് അതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. അപ്പൊ എന്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം പറയുന്ന അതാണ്, കുട്ടിക്കാലം മുതലേ ഞാൻ ഈ ജപം ശീലിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് എന്താ പറയാ, പ്രഹ്ലാദ മഹാരാജാവും പറഞ്ഞിട്ടുണ്ടല്ലേ ഭാഗവത്തിൽ, അതായത് കൗമാരം ആചരേ പ്രാജ്ഞ, അതായത് കൗമാരം തൊട്ടേ ചെറുപ്പകാലം മുതലേ ശീലിക്കേണ്ട കാര്യമാണ്. ചിലർ ചോദിക്കും എന്തിനാ കുട്ടികൾ നാമം ജപിക്കുന്നത്, കുട്ടികളെ കൊണ്ട് എന്തിനാ ഈ മാല ജപിപ്പിക്കുന്നത്, ഓരോരുത്തരുടെ സംശയങ്ങളാണ്. അതായത് നമ്മൾ ശീലിക്കുന്നതാണ് നമ്മൾ ജീവിതത്തിലുടനീളം അത് ഹാബിറ്റ് എന്ന് പറയത്തില്ല. എന്ന് പറയുന്നാൽ നമ്മൾ കുഞ്ഞിലെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയത്തില്ലേ. അതായത് നമ്മൾ ചെറുപ്പകാലം മുതലേ ശീലിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലുടനീളം അത് നമുക്ക് പ്രയോജനപ്പെടും. ഇപ്പം കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരും ഭഗവാന്റെ തിരുനാമം ജപിച്ച് ശീലിക്കുന്നവരാണെങ്കിൽ അത് അങ്ങ് വരെ, അവരുടെ ജീവിതാന്ത്യം വരെയും അവർക്കതൊരു സംരക്ഷണമായിട്ട്, ഒരു സംരക്ഷണ വലയമായിട്ട് ഇരിക്കും.
അപ്പോൾ ആ ചെറുപ്പത്തിലേ നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതെന്നും ജീവിതാന്ത്യം വരെയും, അതുകൊണ്ടാണ് കൗമാരം മുതലേ നമ്മൾ ഈശ്വര ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈശ്വര സേവനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ആ ഒരു ചെറുപ്പത്തിലേ കിട്ടുന്ന ആ ഒരു പരിശീലനം, അപ്പൊ അതാണ് കുട്ടികളെ ചെറുപ്പത്തിലേ തന്നെ പരിശീലിപ്പിക്കുന്നു മാതാപിതാക്കള് അവരുടെ കൂടെ പിടിച്ചിരുത്തി നാമം ജപിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇതെല്ലാം പിന്നെ എന്താ പറയാ, ഓരോരുത്തരുടെയും, അതായത് കുട്ടിക്കാലം മുതൽ കുട്ടികൾ അത് പരിശീലിച്ചു വരുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അത് അവരെ കൂടുതൽ കൂടുതൽ സ്വാധീനിക്കും. അപ്പം അങ്ങനെ ജപിച്ച് ശീലിച്ചു വരുന്ന കുട്ടികൾ മുതിർന്നു വരുംതോറും അവർക്ക് അവരുടെ മനസ്സ് പരിശുദ്ധമായിട്ട് അവർക്കതൊരു പ്രൊട്ടക്ഷൻ നൽകുകയും അതേപോലെ തന്നെ അവർ ഭക്തിയിൽ അത്രമാത്രം ഉന്നതി പ്രാപിക്കുകയും ചെയ്യും. ഭഗവാന്റെ ഏറ്റവും വലിയ സംരക്ഷണ വലയത്തിലായിരിക്കും അവര് മായയുടെ പിടിയിൽ നിന്നും പൂർണ്ണമായി വിമുക്തരായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയാ, പരിശീലനം. കുട്ടിക്കാലം മുതലേ നമ്മുടെ കുട്ടികളെ പരിശീലിക്കണം, നമ്മൾ പരിശീലിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ അതേപോലെ തന്നെ അതിനകത്തൊക്കെ ഈ ഭഗവാന്റെ തിരുനാമത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ഉള്ള വിവരങ്ങള് ഈ പറഞ്ഞിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം ശേഖരിച്ചു വെക്കുമായിരുന്നു മഹത്വങ്ങൾ. ശ്ലോകം 29. രാമന്തേ യോഗിനോ നാൻരേ സത്യാനന്ദേ രാമാന്തേ യോഗിനോ നാൻരേ സത്യാനന്ദേ സിതാത്മനി ഇതി രാമപദേ നാസൗ പരം ബ്രഹ്മാഭിധീയതേ. അതായത് പത്മപുരാണത്തിൽ ഉള്ള ഒരു ശ്ലോകമാണിത്, ഈ 29ാമത്തെ ശ്ലോകം. അതായത് രാമന്തേ യോഗിനാനന്ദേ സത്യാനന്ദേ ചിത് ആത്മനി സത്യാനന്ദേ ചിത് ആത്മനി ഇതി രാമ പാദേനാസൗ പരം ബ്രഹ്മ അഭിധീയതേ. പരം ബ്രഹ്മ അഭിധീയതേ. അതായത് ആത്മീയ അസ്തിത്വത്തിന്റെ പരിധിയില്ലാത്ത യഥാർത്ഥ ആനന്ദത്തിൽ അതീന്ദ്രിയവാദികൾ ആനന്ദം അനുഭവിക്കുന്നതിനാണ് പരമസത്യത്തെ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. അതായത് ഈ ശ്ലോകം പത്മപുരാണത്തിൽ നിന്ന് എടുത്തതാണ്. ശതനാമ സ്തോത്രത്തിലെ 8ാമത്തെ ശ്ലോകം. അതായത് ആത്മീയ അസ്തിത്വത്തിൽ അതിന് പരിധിയില്ല. അപ്പം ആത്മീയ അസ്തിത്വത്തിന്റെ നിന്ന് അനുഭവിക്കുന്ന ആനന്ദത്തിന്, ആരാണോ ആത്മീയ അസ്തിത്വത്തിൽ കുടികൊള്ളുന്നത് ആ ഒരു ജീവാത്മാവിന് യഥാർത്ഥ ആനന്ദം അതിന് പരിധിയില്ലാത്തതാണ്. അപ്പം അതീന്ദ്രിയവാദികളും ഈ ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിലും പരമസത്യം എന്താണ്? പരമസത്യത്തെ അവര് ബ്രഹ്മം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് പറയുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മം എന്ന് പറയുന്നത് അതാണ് പരമസത്യം. അവരത് ഭഗവാൻ അതീന്ദ്രിയവാദികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് ആ ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ എന്ന് പറയില്ല. ഭക്തന്മാര് മാത്രമേ ഭഗവാൻ എന്ന് പറയൂ. അപ്പം ഈ ബ്രഹ്മം എന്ന് പറയുന്ന സത്യമാണ്. അത് യഥാർത്ഥ ആനന്ദം, അതായത് ആത്മീയ അസ്തിത്വത്തില് രാമപദം എന്ന് പറയുന്നത് ആ വാക്ക് പരമോന്നതമാണ്. ആ രാമൻ എന്ന വാക്ക് വളരെ പരമോന്നതമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പരമസത്യത്തെ അവര് രാമൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ പരമസത്യത്തെ രാമൻ എന്നാണ് അവര് വിശേഷിപ്പിക്കുന്നത്. ബ്രഹ്മമെന്നും പറയും. രാമൻ എന്ന വാക്ക് സത്യത്തില് ഈ മായാവാദികൾ, അതീന്ദ്രിയവാദികൾ തന്നെ പല വിധമുണ്ട്. ബ്രഹ്മവാദികള്, മായാവാദികള്. പിന്നെ ബ്രഹ്മവാദികൾ ഭഗവാന് രൂപമുണ്ടെന്ന് പറയുന്നെങ്കിലും മായാവാദികൾ ഭഗവാന് രൂപമേ ഇല്ല. അപ്പൊ ബ്രഹ്മവാദികള് അതുകൊണ്ടാണ് രാമൻ എന്ന വാക്ക് പറയും. അപ്പൊ പരമസത്യത്തെ രാമൻ എന്ന വാക്കിൽ വിളിക്കുന്നുണ്ട് അവര്. അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്രീരാമചന്ദ്രന്റെ ശതനാമ സ്തോത്രത്തിലെ ഈ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്.
ശ്ലോകം 30. കൃഷ്ണഭൂവാക്യക ശബ്ദോ നശ്ച നിർവൃത്തി വാക്യക ശബ്ദ തായോറൈക്യം പരം ബ്രഹ്മ കൃഷ്ണ ഇതി അപീയതേ. അതായത് കൃഷ്ണൻ എന്ന വാക്ക് ഭഗവാന്റെ അസ്തിത്വത്തിന്റെ ആകർഷകമായ സവിശേഷതയാണ്. ന എന്നാൽ ആത്മീയ ആനന്ദം എന്നാണ് അർത്ഥമാക്കുന്നത്. കൃഷ്ണ എന്ന ക്രിയ ന എന്ന അനുബന്ധത്തിൽ ചേർക്കുമ്പോൾ അത് കൃഷ്ണ ആയി മാറുന്നു. അത് പരമമായ സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മഹാഭാരതത്തിലെ ഒരു വാക്യമാണ്. ഉദ്യോഗപർവം 17.4. അതായത് കൃഷ്ണ എന്ന വാക്ക് നമ്മൾ എപ്പോഴും പറയും, കൃഷ്ണ എന്നത് ഒരു സയന്റിഫിക്, ഒരു ശാസ്ത്രീയമായ വാക്കാണ്. അപ്പൊ ഇത് ഭഗവാന്റെ അസ്തിത്വത്തിന്റെ ഏറ്റവും ആകർഷകമായ സവിശേഷതയാണ് കൃഷ്ണ. അപ്പൊ ഗാർഗമുനി ഭഗവാന് കൃഷ്ണൻ എന്ന പേരിട്ടത് കൃഷ്ണൻ എന്ന് പറയുന്നത് പരമമായിട്ടുള്ള സത്യമാണ്. പരമമായ സത്യം, ആ കൃഷ്ണൻ എന്ന വാക്ക്, അതിനകത്ത് സർവ ആകർഷണം, ഭഗവാന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, ഏറ്റവും വലിയ ഗുണമാണ്, ഏറ്റവും വലിയ സവിശേഷതയാണ് ഭഗവാന്റെ സർവാകർഷകമായ രൂപം. ഭഗവാന്റെ അതാണ് എല്ലാവരും, എല്ലാ ജീവാത്മാക്കളും ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. വേറെ ഒരു രൂപത്തിനും അത്രമാത്രം, ഇപ്പം ശ്രീരാമചന്ദ്രനുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രൂപത്തിലും ഒരുപാട് പേരെ ആകർഷകരായെങ്കിലും ഈ ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ. പക്ഷെ അദ്ദേഹത്തിനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു വിസ്തരണമാണ് ശ്രീരാമചന്ദ്രൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആദിപുരുഷനാണ്. ആദിപുരുഷനായിട്ടുള്ള അതാണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ കൃഷ്ണൻ. ആ കൃഷ്ണൻ എന്ന വാക്ക്, കൃഷ്ണൻ എന്ന വ്യക്തി, ആ ഒരു രൂപം, ആ ഒരു അസ്തിത്വം, ഇതെല്ലാം തന്നെ അനന്തമാണ്. അതെല്ലാം ആകർഷകമാണ്. അപ്പം കൃഷ്ണ എന്ന് നമ്മൾ പറയുമ്പം ന എന്ന് വെച്ചാൽ എന്താണ്? ആത്മീയ ആനന്ദമാണ്. അതായത് ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ആനന്ദമായ ശക്തി എന്ന് പറയുന്ന അതാണ്. അപ്പം ഇവിടെ കൃഷ്ണ എന്ന ക്രിയ, എന്ന ക്രിയ ന എന്ന അനുബന്ധത്തിൽ ചേർക്കുമ്പോഴാണ് കൃഷ്ണനായി മാറുന്നത്. അതാണ് ഏറ്റവും പരമമായിട്ടുള്ള സത്യം. അതാണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരൻ. എല്ലാ പരമസത്യത്തിന്റെയും എല്ലാ സർവകാരണത്തിന്റെയും കാരണഭൂതനാണ് ഭഗവാൻ. അപ്പൊ അതാണ് കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം. ശ്ലോകം 31. പരം ബ്രഹ്മ ദൂയി നാമ സാമാന ഹൈല പുന ആര ശാസ്ത്രേ കിച്ചു വിശേഷ പൈല. അതായത് പരമബ്രഹ്മം, പരംബ്രഹ്മം എന്ന് വെച്ചാൽ എന്താ? പരമസത്യം. 2 നാമങ്ങൾ, അതിനകത്ത് രാമനും കൃഷ്ണനും ഉണ്ട്, ഇല്ലേ? നമ്മളിപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനകത്ത് രാമനും ഉണ്ട്, കൃഷ്ണനും ഉണ്ട്. അപ്പം ദുയി നാമം എന്ന് വെച്ചാൽ എന്താ? 2 നാമങ്ങളാണ്, രാമനും കൃഷ്ണനും. അത് തുല്യ തലത്തിൽ തന്നെയാണ്, സമാന തലത്തിൽ തന്നെയാണ് ആയിരുന്നു. വീണ്ടും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ വെളിപ്പെടുത്തിയത് എന്താണ്? അതായത് രാമന്റെയും കൃഷ്ണന്റെയും പുണ്യനാമങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യതലത്തിലാണ് എങ്കിലും കൂടുതൽ പുരോഗതിക്കായിട്ട് നമുക്ക് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്ന്. അപ്പൊ നമുക്ക് ഇപ്പം അടുത്ത ശ്ലോകം വരുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു ശ്ലോകമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ പുരോഗതി. ഇപ്പൊ നമുക്ക് കലിയുഗത്തിൽ ജീവിക്കുമ്പോഴാ, നമ്മളിപ്പം ത്രേതായുഗത്തിലെ യുഗമല്ല കലിയുഗം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശക്തിയുള്ള മന്ത്രങ്ങൾ തന്നെ ജപിക്കണം. ശക്തിമത്തായിട്ടുള്ള മന്ത്രം ജപിച്ചാലേ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ ഭവസമുദ്രത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശക്തിയേറിയ മന്ത്രം, അതിനുവേണ്ടിയാണ് കലിയുഗത്തിലെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രത്യക്ഷപ്പെട്ടത്, നമുക്ക് ഈ നാമം തന്ന് നമ്മളെ ഓരോരുത്തരെയും ഉദ്ധരിക്കാനായിട്ട്. അപ്പം ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നും പ്രത്യേക വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് രാമേതി രാമേ മനോരമേ സഹസ്രനാമ തുല്യം രാമനാമ വരായണേ. അതായത് ശിവഭഗവാൻ ദുർഗാദേവിയോട് പറയുന്നതാണ് വരാണ എന്ന് വെച്ചാൽ എന്താണ്? അതായത്
ഞാൻ രാമ 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 എന്നീ പുണ്യനാമങ്ങൾ ജപിക്കുകയും അങ്ങനെ ഈ മനോഹരമായ ശബ്ദം ആസ്വദിക്കുകയും ചെയ്യുന്നു. രാമചന്ദ്രന്റെ ഈ പുണ്യനാമം ഭഗവാൻ വിഷ്ണുവിന്റെ 1000 പുണ്യനാമങ്ങൾക്ക് തുല്യമാണ്. അപ്പോ നമ്മൾ ഉത്തരാഖണ്ഡത്തിലെ പത്മപുരാണത്തിലെ ഉത്തരാഖണ്ഡത്തിലെ ബൃഹത് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ ഒരു ശ്ലോകമാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവർക്കറിയാം, അതിനകത്ത് ലാസ്റ്റ് ശ്ലോകം ഇതൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രാമനാമത്തിന്റെ മഹിമയാണ്. അപ്പൊ അപ്പം തന്നെ ഭഗവാൻ ശിവൻ പാർവതി ദേവിയോട് പറയുന്നുണ്ട്, പാർവതി ദേവി ചോദിക്കുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് വിഷ്ണു ആരാധനയാണ്. ആരാധനാനാം സർവേഷാം വിഷ്ണുർ ആരാധനാം പരം. വിഷ്ണു ആരാധനയാണ് ഏറ്റവും പരമമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം ദേവിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പം ദേവി ചോദിക്കുന്നത് ഏറ്റവും പരമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ആരാധന ഏതാണെന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ അതേപോലെ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമം രാമ രാമ എന്നാണ് ആസ്വദിക്കുന്നത് വിശുദ്ധനാമം. അപ്പം അത് മനോരമയെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏറ്റവും മനസ്സിനെ രമിപ്പിക്കുന്നതാണ് ആ രാമനാമം എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും 1000 നാമങ്ങള് അത് ഇപ്പം അതിനകത്ത് പറയുന്നത് ഇപ്പം 3 പ്രാവശ്യം രാമ രാമേതി രാമേതി 3 പ്രാവശ്യം രാമനാമം ജപിക്കുന്നതിന് തുല്യമാണ് 1 പ്രാവശ്യം കൃഷ്ണനാമം ജപിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണ് 3 പ്രാവശ്യം രാമനാമം ജപിക്കുന്നത്. അപ്പൊ അതാണ് തത്തുല്യമാണെന്ന് പറയുന്നത്. രാമന്റെ അതാണ് വരാനനെ എന്നാ പറയുന്നത്. സുന്ദരമായ മുഖമുള്ള സ്ത്രീ, അതായത് എന്താ പാർവതി ദേവി അഭിസംബോധന ചെയ്ത് ഭഗവാൻ പറയുന്നതാണ്. ദുർഗയെ വരാണ എന്നാണ് അഭിസംബോധന ചെയ്യുന്ന വരായനെ. അപ്പം ഭഗവാൻ പറയുന്നതാണ് ഞാൻ രാമ 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 എന്ന പുണ്യനാമങ്ങൾ ജപിക്കുകയും അങ്ങനെ മനോഹരമായി ശബ്ദം ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ പുണ്യനാമം എന്ന് പറയുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ 1000 നാമങ്ങൾക്ക് തുല്യമാണ്. അതാണ്. ഇനി ശ്ലോകം 31. സഹസ്രനാംനാം പുണ്യാനാം ത്രി ആവൃത്യാതു യത്ഫലം ഏകവൃത്യാതു കൃഷ്ണസ്യ നാമേകം തത് പ്രയച്ഛതി. ഇപ്പൊ സഹസ്രനാംനാം 1000 നാമങ്ങളുള്ള പുണ്യനാമം, പവിത്രമായ നാമം 3 തവണ ജപിച്ചുകൊണ്ട്, അതായത് വിഷ്ണുവിന്റെ 1000 പുണ്യനാമങ്ങൾ 3 തവണ ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യഫലം കൃഷ്ണന്റെ തിരുനാമത്തിന്റെ ഒരു ഉച്ചാരണത്തിൽ ലഭിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് രാമനാമം പിന്നെ വിഷ്ണു സഹസ്രനാമം 1000 പ്രാവശ്യം ആണ്. 1000 പ്രാവശ്യം ജപിക്കുന്നതിന് തുല്യമാണ് 3 പ്രാവശ്യം രാമ 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 എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ആ 3 പ്രാവശ്യം രാമനാമം ജപിക്കുന്നതിന് ഈക്വലാണ് 1 പ്രാവശ്യം കൃഷ്ണന്റെ തിരുനാമം ജപിക്കുന്നത്. ഒരു ഉച്ചാരണത്തിൽ ലഭിക്കും. വിഷ്ണുവിന്റെ 1000 പുണ്യനാമങ്ങൾ 3 തവണ പിന്നെ ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യഫലം കൃഷ്ണന്റെ തിരുനാമം 1 പ്രാവശ്യം ഉച്ചരിച്ചാല് അതിന്റെ ഫലം കിട്ടും. അതായത് അത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് രൂപഗോസ്വാമിയുടെ ലഘുഭാഗവതാമൃതത്തിൽ ഇതിനെ എടുത്തു പറയുന്നുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ശ്ലോകമാണെങ്കിലും ഇത് രൂപഗോസ്വാമിയുടെ ലഘുഭാഗവതാമൃതത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണനാമം 1 തവണ ജപിച്ചാൽ 3 തവണ രാമനാമം ജപിച്ചാൽ ലഭിക്കുന്ന അതേ ഫലങ്ങൾ ലഭിക്കും. അപ്പൊ അതാണ് കാരണം കലിയുഗത്തിലെ പ്രത്യേകതയാണത്. കലിയുഗത്തിൽ അതാണല്ലോ പിന്നെ അതായത് പൂന്താനം പറയുന്നുണ്ട്. കലിയുഗത്തില് കൃഷ്ണ രാമ ഗോവിന്ദ എന്നൊക്കെ വിളിച്ചാൽ മതി. കലിയുഗം എന്ന് പറയുന്നത് അത്രമാത്രം നല്ലൊരു യുഗമാണ്. യുഗം 4ലും നല്ലു കലിയുഗം, അല്ലെ? യുഗങ്ങളിൽ വെച്ച് ഏറ്റവും വളരെ മോശപ്പെട്ട യുഗമാണ് കലഹയുഗമാണ്. പിന്നെ ഇരുമ്പ് യുഗമാണ്. അത് കലഹത്തിന്റെ യുഗമാണെങ്കിൽ പോലും ഭഗവാന്റെ തിരുനാമത്തിന് പ്രസക്തിയുള്ള യുഗമാണ്. മറ്റു യുഗങ്ങളെക്കാട്ടിലൊക്കെ വെച്ച് ഈസി ആയിട്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറയുന്നത് നാംനാമകാരി ബഹുധ നിജ സർവശക്തി. ഭഗവാനെ അങ്ങ് ഈ തിരുനാമത്തിൽ അങ്ങയുടെ എല്ലാ ശക്തികളെയും ആവാഹിച്ചിട്ടുണ്ട്. അതെ,
എല്ലാ ശക്തികളെയും ഇതിനകത്ത് ആവാഹിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എന്താ അതിന് റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ല. ആർക്കും എവിടെ വെച്ചും പിന്നെ എപ്പോ വേണമെങ്കിലും ഈ നാമം ജപിക്കാം. മറ്റേത് ഈ ഹരിനാമമൊക്കെ ജപിക്കുന്നതിനായാലും ഏത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിനൊക്കെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ കലിയുഗത്തിലെ ഹരിനാമ ജപത്തിന് റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ല. അതിലെല്ലാത്തിലും ഉപരി ഭഗവാന്റെ തിരുനാമത്തിന് ഭഗവാൻ എത്രമാത്രം ശക്തികളുണ്ടോ ആ ശക്തികളെ എല്ലാം ഭഗവാൻ ഈ ഒരൊറ്റ നാമത്തിൽ ഒറ്റമൂലി, ഒരുപാട് മരുന്നുകള് ചേർത്ത് ഒറ്റ മരുന്നുണ്ടാകും. അതിനാണ് ഒറ്റമൂലി എന്ന് പറയുന്നത്. എല്ലാ അസുഖത്തിനും അത് ഫലപ്രദമാണ്. ആ ഒരൊറ്റ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ കുറയും. അതേപോലെ നമ്മുടെ കലിയുഗത്തിലെ നമ്മുടെ ഭവരോഗം, ഭൗതിക രോഗങ്ങൾ മാറ്റാനായിട്ട് ഈ ഒരൊറ്റ നാമം ജപിച്ചാൽ മതി. കാരണം ഭഗവാൻ ഈ കലിയുഗത്തിലേക്ക് ഒരു പ്രത്യേക എന്താ പറയാ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹമാണ്. ചൈതന്യ മഹാപ്രഭു ഇതൊക്കെ നേരത്തെ ആർക്കും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയാൻ വയ്യായിരുന്നെങ്കിലും ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മഹാപ്രഭു അവതരിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു കാര്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതൊരു ഔഷധമാണ്. അതാണ് ഏനാച്ചി ഔഷധിയുമായ ഞാൻ ഈ ഔഷധം ആത്മീയ ലോകത്ത് നിന്ന് ഓരോരുത്തർക്കും വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് നിങ്ങൾ സേവിച്ച് മായയുടെ പിടിയിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റ് എന്ത് ചെയ്യണം? ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് തയ്യാറെടുക്കണം. ഇത്രയും കാലമായിട്ട് അതാണ് ജീവ് ജാഗോ ഗൗരചന്ദ്ര പോലെ. അതായത് ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? എല്ലാ ജീവാത്മാക്കളെ നിങ്ങൾ എല്ലാവരും ഉണരുവിൻ. ഇത്രയും കാലം നിങ്ങൾ മായയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ ഉണർന്ന് ഈ മരുന്ന് സേവിക്കുക. എന്താണ് ഔഷധി? അതാണ് ഔഷധി. ഞാനിത് ആധ്യാത്മിക ലോകത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഔഷധിയെ. അത് നിങ്ങളത് സേവിച്ചിട്ട് എന്താണ് ഈ ഭവരോഗത്തെ മറികടക്കുക, ഭവസാഗരത്തെ മറികടക്കുക. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ ഉപാധി അതിനകത്ത് ഭഗവാൻ ഈ നാമത്തില് ധാരാളം എന്നല്ല, ഭഗവാന്റെ എല്ലാ ശക്തികളെയും, ഭഗവാന് അസംഖ്യം ശക്തികളുണ്ട്. ആ ശക്തികളെ എല്ലാം ആവാഹിച്ചിട്ടാണ് ഭഗവാൻ ഈ ഒരു നാമം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ നാമം ഒറ്റമൂലിയാണ്. എല്ലാ അസുഖങ്ങൾക്കും ഈ ഒരു ഒറ്റ മരുന്ന് കഴിച്ചാൽ മതി. അപ്പൊ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഈ മന്ത്രത്തെ, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ നമ്മൾ സ്വീകരിച്ച് അത് ജപിക്കുവാണെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് അതാണ് ഏറ്റവും വലിയ പുണ്യം. അതായത് നമ്മൾക്ക് ഈ കലിയുഗത്തിലേക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം ഭഗവാന്റെ തിരുനാമം ജപിച്ച് നമ്മൾ സ്വയം എന്താണ് ആധ്യാത്മിക പുരോഗതി കൈവരിക്കുക. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വിഷ്ണുവിന്റെ 1000 പുണ്യനാമങ്ങൾക്ക് 3 തവണ ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യഫലം കൃഷ്ണന്റെ തിരുനാമത്തിന്റെ ഒരു ഉച്ചാരണം, കൃഷ്ണ എന്ന ഒറ്റ വാക്കിൽ തന്നെ ലഭിക്കും. അപ്പോ അതുപോലെ 3 തവണ രാമനാമം ജപിക്കുന്ന ഫലം, 3 തവണ രാമനാമം ജപിച്ചാൽ ലഭിക്കുന്ന അതേ ഫലങ്ങൾ ഒരാൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ ലഘുഭാഗവതത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യേ കൃഷ്ണ നാമേ രാമഹിമ അപാര തഥാപില ഇതേ നാരീഷു നഹേതു താര. ശാസ്ത്രങ്ങളുടെ ഈ പ്രസ്താവന പ്രകാരം കൃഷ്ണന്റെ പുണ്യനാമത്തിന്റെ മഹത്വം പരിധിയില്ലാത്തതാണ്. എന്നിട്ടും എനിക്ക് അദ്ദേഹത്തിന്റെ പുണ്യനാമം ജപിക്കാൻ കഴിയില്ല. ദയവായി ഇതിന്റെ കാരണം കേൾക്കും. അപ്പോ അതായത് ഭഗവാന്റെ പുണ്യനാമം, കൃഷ്ണന്റെ പുണ്യനാമത്തിന്റെ മഹത്വങ്ങള് അപാരമാണ്, അല്ലെ? പരിധിയില്ലാത്തതാണ്. അതാണ് നാമകാരി ബഹുധ നിജ സർവശക്തി. ഇതിനകത്ത് സർവശക്തികളെയും ആവാഹിച്ച് ചേർത്തിട്ടുണ്ട് ഭഗവാൻ. അപ്പൊ നമ്മുടെ അവബോധത്തെ അതിനകത്ത് നിക്ഷേപിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നാമം ജപിക്കുമ്പോൾ. അപ്പോ അതായത് ഇപ്പൊ എനിക്ക് അതുപോലെ തന്നെ ഭഗവാൻ പറയുന്ന എന്താണ് അതിനകത്ത്? പിന്നെ ഭഗവാനെ അങ്ങയുടെ ഈ തിരുനാമം ജപിക്കുമ്പോഴാ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി വരും കണ്ണുനീര്. അതായത് നയനം ഗളതശ്രുധാര. അപ്പൊ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും. അതുപോലെ
ഈ ലക്ഷണങ്ങളൊന്നും എന്നിൽ കാണുന്നില്ല. കാരണം എന്താണ്? ദൂർദൈവം ഈ ദൃശമിഹ ജനിന അനുരാഗ. എൻ്റെ ഹൃദയം ഇത്രയും ഒക്കെ മഹത്വമുള്ളതാണ് ഈ തിരുനാമമെങ്കിലും എനിക്ക് ഈ തിരുനാമത്തിനോട് യാതൊരു അഭിനിവേശം, അനുരാഗം തോന്നുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ തിരുനാമം അത്രമാത്രം ശക്തിമത്താണ്. പക്ഷെ നമുക്ക് ഈ നാമത്തിനോട് നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പം എന്നും ഗുരുമഹാരാജ് പറയണം, നിങ്ങൾ നാമം ജപിക്കണം, ശ്രദ്ധയോടെ ജപിക്കണം എന്നൊക്കെ പറഞ്ഞു തരും നമ്മളോട്. എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ സീനിയർ ഭക്തന്മാരിൽ നിന്നും ഗുരു മഹാരാജിൽ നിന്നും ഒക്കെ നമുക്ക് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ എന്നാലും നമ്മള് ദൂർദൈവം ഈ അപ്പൊ ചൈതന്യ മഹാപ്രഭു ആരാണ്? ഭഗവാനാണെങ്കിലും അദ്ദേഹം ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു ഭക്തന്റെ നിലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തൊരു അനുരാഗവും തോന്നുന്നില്ലല്ലോ ഭഗവാന്. അത് നമ്മുടെ മനോഭാവമാണ്. നമുക്ക് ഭഗവാന്റെ തിരുനാമം നമുക്ക് 16 മാല ജപിക്കാനാ ഗുരു ഇൻസ്ട്രക്ട് ചെയ്തത് കൊണ്ട് എല്ലാ ദിവസവും നമ്മൾ 16 മാല ജപിച്ച് തീർക്കുന്നു എങ്ങനെയെങ്കിലും ഒക്കെ. അതാണ്. പക്ഷേ ഈ ആചാര്യന്മാരൊക്കെ ഇപ്പം രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, ഷഡ്ഗോസ്വാമികളൊക്കെ അവര് വെളുപ്പിന് എഴുന്നേക്കുന്നത് നാമം ജപിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ നേരം വെളുപ്പിനെ എഴുന്നേക്കുന്ന എന്തിനാ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ചെയ്തു തീർക്കാനും പലരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ ആചാര്യന്മാരൊക്കെ, അതായത് വിശേഷിച്ച് ഗോസ്വാമിമാരൊക്കെ, അവര് വെളുപ്പിനെ എഴുന്നേക്കുന്ന എന്തിനു വേണ്ടിയാ? തിരുനാമം ജപിക്കാൻ വേണ്ടി മാത്രം അല്ലെ? അപ്പൊ ആ ഒരു എനിക്ക് തിരുനാമം ജപിക്കാം, ആ ഒരു ഉത്സാഹത്തോടു കൂടിയാണ് അവര് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പോയിരുന്ന് നാമം ജപിക്കുന്നത്. അപ്പൊ ഈ നാമത്തിന്റെ മഹിമ അത്രമാത്രം മഹത്തരമാണ്. പുണ്യനാമം ജപിക്കുക എന്ന് പറയുന്നത് അതാണ് മഹത്വത്തിന് പരിധിയില്ല എന്ന് പറയുന്നത്. അപ്പം പുണ്യനാമത്തിന്റെ മഹത്വത്തിന് പരിധിയില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പുണ്യനാമം, ഭഗവാന്റെ പുണ്യനാമം എനിക്ക് ജപിക്കാൻ കഴിഞ്ഞില്ല. അപ്പം കാരണം എന്താണ് ഇതിന്റെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ബ്രാഹ്മണൻ. ഇഷ്ടദേവ രാമതാര നാമം സുഖപാന രാമനാമ രാത്രി ദിൻഗേ. അത് ക്ലിയർ അല്ല. സുഖപാന രാമനാമ രാത്രി ദിനഗായി. ഇഷ്ടദേവ രാമതാര നാമ സുഖപാന രാമനാമ രാത്രി ദിനഗായി. എന്റെ ആരാധനാർഹനായ ഭഗവാൻ രാമചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ പുണ്യനാമം ജപിച്ചതിലൂടെ എനിക്ക് സന്തോഷം ലഭിച്ചു. അത്തരം സന്തോഷം ലഭിച്ചതിനാൽ ഞാൻ രാവും പകലും ശ്രീരാമന്റെ നാമം ജപിച്ചു. അതാണ് അദ്ദേഹം പറയുന്നത്. എന്റെ ആരാധന മൂർത്തിയായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പുണ്യനാമം ജപിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ആ സന്തോഷം എനിക്ക് രാവും പകലും എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ രാപകല് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പുണ്യനാമം ജപിച്ചു. ശ്ലോകം 36. തോമാര ദർശനീയാബേ കൃഷ്ണ നാമ ആയില താഹാരാമ ഹിമാതാബേ ഹൃദയേ ലഗീല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് തോമാര ദർശനെ, അങ്ങയെ കണ്ടുമുട്ടിയതോടുകൂടി, എപ്പോഴാണോ അങ്ങയെ ഞാൻ കണ്ടുമുട്ടിയത്, അപ്പൊ കൃഷ്ണനാമം, കൃഷ്ണന്റെ പുണ്യനാമം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ എന്റെ ഹൃദയത്തിലാണ് അത് സ്ഥിരമായി പ്രത്യക്ഷപ്പെട്ടത്. അങ്ങയുടെ ദർശനത്താൽ ഭഗവാൻ കൃഷ്ണന്റെ അങ്ങയുടെ പ്രത്യക്ഷപ്പെടലും ഭഗവാൻ കൃഷ്ണന്റെ പുണ്യനാമത്തിന്റെയും പ്രത്യക്ഷം ഒരേപോലെയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഹൃദയത്തിൽ കൃഷ്ണനാമത്തിന്റെ മഹത്വം ഉണർന്നു വന്നത്. അപ്പൊ അതാണ് മഹാപ്രഭുവിനെ കണ്ട നിമിഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തില് പരിപൂർണമായിട്ടുള്ള കൃഷ്ണഭക്തി ഉണർന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ, എല്ലാവരുടെയും ഹൃദയത്തില് കൃഷ്ണാവബോധം ഉറങ്ങിക്കിടക്കുകയാണ്. സുഷുപ്തിയിലായി കിടക്കുന്ന കൃഷ്ണാവബോധത്തെ തട്ടി ഉണർത്താനുള്ള ശക്തി, അതിനുവേണ്ടിയാണ് നമ്മളോട് ആദ്യമേ പറയുന്ന നാമം ജപിക്കാൻ. വേറെ ഒന്നും ചെയ്യേണ്ട,
നാമം ജപിച്ചാൽ മതി. നാമം ജപിക്കൂ, നാമം ജപിക്കൂ, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കൂ എന്ന് മഹാപ്രഭു പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താണ്? ആ ഉള്ളിൽ കിടക്കുന്ന അവബോധത്തെ തട്ടി ഉണർത്തുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് അങ്ങയുടെ ഭഗവാനെ അങ്ങയെ കണ്ട ആ നിമിഷം ഭഗവാന്റെ പുണ്യനാമവും പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ ആ കൃഷ്ണനാമത്തിന്റെ മഹത്വം ഉണർന്നതാണ്. ഹരിർ നാമൈവ കേവലം, ഭഗവാന്റെ ഹരിയുടെ നാമം മാത്രമാണ് ആശ്രയം. ഹരിയുടെ നാമം മാത്രമാണ് ആശ്രയം, വിശേഷിച്ച് കലിയുഗത്തില് അതാണ് ഹരിർ നാമൈവ കേവലം. അതായത് ഈ ഇത്രയും പറയുന്ന എല്ലാം ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. അപ്പം എന്താ, ഭഗവാന്റെ തിരുനാമത്തിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ മഹിമ അത്രമാത്രം, അത് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. അതിന്റെ ശക്തിയൊന്നും നമുക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇതിനുമാത്രം മഹത്വം എന്താണ്, എല്ലാവരും എത്ര കാലം കൊണ്ട് ഈ നാമം ജപിക്കുന്നതാണ്, പിന്നെന്താ എന്താണ് ഇത്രമാത്രം മഹത്വം എന്നൊക്കെ. പക്ഷെ ഈ പാടുന്നവരും ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ അഖണ്ഡനാമമൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ ഇവര് അതിന്റെ ശരിയായ മഹിമ അവര് മനസ്സിലാക്കാതെയാണ്. എന്നാൽ പോലും അവർക്ക് അതിന്റെ ഗുണം കിട്ടും. കാരണം എന്താണ്? ഭഗവാന്റെ തിരുനാമം എല്ലാവരെയും അവബോധത്തെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എപ്പോഴായാലും ഭഗവാന്റെ ആ തിരുനാമത്തിന്റെ മഹത്വം ഉള്ളിൽ ഉണർന്നു വരും. കാലക്രമേണ നാമം ജപിച്ച് 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 അവർക്കത് ഉണർന്നു വരും ഹൃദയത്തിൽ. ശ്ലോകം 37. ശ്രീകൃഷ്ണ തൂമി സാക്ഷാത് ഇഹ നിർധാരീല ഏതാ കഹി വിപ്ര പ്രഭുര കാരണേ പടീല. ശ്രീകൃഷ്ണ തൂമി സാക്ഷാത് ഇഹ നിർധാരീല ഏതാ കഹി വിപ്ര പ്രഭുര കാരണേ പടീല. ഇപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, സർ അങ്ങ് തന്നെയാണ് ആ ഭഗവാൻ കൃഷ്ണൻ, ഇതാണ് എന്റെ നിഗമനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ വീണു. അതാണ് സറണ്ടറിങ് എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ അതായത് ആ നാമം, കൃഷ്ണന്റെ നാമത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ശ്രീരാമചന്ദ്രന്റെ നാമം നേരത്തെ ഞാൻ ചൊല്ലുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പം അങ്ങയെ കണ്ടതോടുകൂടി അത് അങ്ങയോടൊപ്പം തന്നെ എനിക്ക് ഹരിനാമത്തെയും കിട്ടി അല്ലേ, എനിക്ക് ഹരിനാമവും പ്രത്യക്ഷമായി. അതുകൊണ്ട് ഞാൻ ഇനി എന്താണ്, അദ്ദേഹം ഉപസംഹരിക്കുകയാണ്. അതായത് അങ്ങ് തന്നെയാണ് ആ ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാണ്, പരിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ, ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹിമ മനസ്സിലാക്കാൻ പറ്റൂ, ഭക്തന്മാരെ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ആ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അങ്ങ്, അതാണ് എൻ്റെ നിഗമനം. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണു. അതായത് അതാണ് ആ ശരണാഗതി, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയം പ്രാപിച്ചു എന്നാണ്. താരേ കൃപാകാരി പ്രഭു ഖാലീല ആരാധീനെ വൃദ്ധാകാശി ആസി കൈലാശി വദർശനെ. അപ്പൊ അങ്ങനെ ബ്രാഹ്മണനോട് കരുണ കാട്ടിയത് ഭഗവാൻ അല്ലേ, ഭഗവാന്റെ കാരുണ്യം അങ്ങനെയാണ്. അപ്പൊ നമ്മള് നാമം ജപിക്കുന്നവര് ശ്രദ്ധയോടെ ഭക്തിയോടെ വിനയത്തോടെ ആശ്രയിക്കുന്ന ആ ഒരു ഭാവത്തെ ഓടുകൂടി നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോഴാ വിശേഷിച്ച്. അതുകൊണ്ട് അപ്പം കൃഷ്ണന്റെ അനുഗ്രഹമല്ല ആദ്യം നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ വിശ്വസിക്കുന്നവർക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹമാണ് ആദ്യം ലഭിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കൃഷ്ണനെ കിട്ടത്തില്ല, കാരണം കൃഷ്ണനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ ആരാണോ മനസ്സിലാക്കിയത്, ഇപ്പൊ തന്നെ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അങ്ങയെ കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി, അങ്ങയുടെ പ്രത്യക്ഷത്തിൽ തന്നെ അങ്ങ് കൃഷ്ണന്റെ നാമവും കൂടി പ്രത്യക്ഷമാക്കി തന്നു എനിക്ക്. അപ്പം കൃഷ്ണനെയും കൃഷ്ണന്റെ നാമത്തെയും ഒരേപോലെയാണ് അദ്ദേഹത്തിന് കൊടുത്തത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു. അപ്പൊ നമ്മൾ ആരാണോ അത്രയും നിഷ്കർഷയോടുകൂടി ശ്രദ്ധാഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് മഹാപ്രഭുവിന്റെ വിശേഷം മഹാപ്രഭു ആരാണെന്നുകൂടി അറിയണം. അത് സാക്ഷാൽ ഭഗവാനാണെന്നും ഭഗവാന്റെ അനുഗ്രഹം ആണ് നമുക്ക് ഇന്ന് കിട്ടിയ തിരുനാമം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹാപ്രഭുവിന്റെ അനുഗ്രഹം കിട്ടും. മഹാപ്രഭുവിന്റെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ നമുക്കും കൃഷ്ണനെ ലഭിക്കൂ. അപ്പൊ അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം ബ്രാഹ്മണനോട് കരുണ കാട്ടി. അതിനുശേഷം മഹാപ്രഭു പിന്നെ ഇവിടെ പോയി വൃദ്ധകാശിയിലെത്തി. അവിടുന്ന് അദ്ദേഹം ശിവദർശനം നടത്തി, ശിവക്ഷേത്രം.
അപ്പൊ വൃത്തകാശിയുടെ ഇപ്പോഴത്തെ പേര് വൃദ്ധാചലം എന്നാണ്. തെക്കൻ ആർക്കോട്ട് ജില്ലയിലെ മണിമുഖ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം കാളഹസ്തിപുരം എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് കാളഹസ്തിപുരം. രാമാനുജാചാര്യന്റെ ബന്ധുവായ ഗോവിന്ദൻ വർഷങ്ങളോളം അവിടെ ശിവക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്നയാളാണ് എന്നും പറയുന്നുണ്ട്. ഇനി അടുത്തത് 39ാമത്തെ ശ്ലോകം കൂടെ പറഞ്ഞു നിർത്താം. താഹൈതേ കാലീവയസ്കേല ഗ്രാമേ ബ്രാഹ്മണ സമാജാതാഹാം കരീല വിശ്രാമേ. പിന്നീട് ശ്രീ ചൈതന്യ മഹാപ്രഭു വൃത്തകാശിയെ വിട്ട് കൂടുതൽ മുന്നോട്ട് പോയി. ഒരു ഗ്രാമത്തിൽ ഭൂരിഭാഗം നിവാസികളും ബ്രാഹ്മണരാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അവിടെ വിശ്രമിച്ചു. ഇനി അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓരോ കാൽക്കുലേഷൻസ് ഉണ്ട്. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരിൽ അദ്ദേഹത്തിന് കാരുണ്യം ചൊരിയാം. ഇവൻ ബ്രാഹ്മണരൊക്കെ എന്ന് വെച്ചാൽ സ്മാർത്ഥ ബ്രാഹ്മണരെന്ന് അറിയപ്പെടും. അന്നത്തെയൊക്കെ ബ്രാഹ്മണരൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബ്രാഹ്മണര് സ്മാർത്ഥ ബ്രാഹ്മണരെന്ന് വെച്ചാൽ അവർക്ക് ഈ പിന്നെ ചടങ്ങുകളിലും അതേപോലെ അനുഷ്ഠാനങ്ങളിലും ഒക്കെ മാത്രമാണ് വിശ്വാസം, ഭക്തിയല്ല. നമ്മൾ പല കഥകളും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ബ്രാഹ്മണര്. ഗോ ബ്രാഹ്മണ ഹിതായച. ഭഗവാന് പ്രിയപ്പെട്ടവരാണ് ബ്രാഹ്മണരെങ്കിൽ പോലും അവര് ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങൾ, അപ്പൊ അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ ബ്രാഹ്മണരെ പോലും, ഇപ്പൊ ഇവൻ യഥാർത്ഥ ബ്രാഹ്മണരെ പോലും അദ്ദേഹം ആ ബ്രാഹ്മണ ക്വാളിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ക്വാളിറ്റി വേണം, യോഗ്യത ഉണ്ടാകണം. ബ്രാഹ്മണന് പിന്നെ എന്താ പറയാ, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ബ്രാഹ്മണനായില്ല, അല്ലേ? അവൻ ബ്രാഹ്മണ ക്വാളിറ്റി വളർത്തി ഉയർത്തി എടുത്തു കൊണ്ടുവരണം. അങ്ങനെയുള്ളവർക്ക് ആ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. ഭഗവാൻ ഈശ്വരനെ യഥാർത്ഥത്തിൽ അറിയുന്ന അല്ലെങ്കിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണർ. അവർക്കാണ് ഈശ്വരനെ കുറിച്ച് പറയാനും ഈശ്വര കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള അവകാശം. പക്ഷെ കലിയുഗത്തില് ആ ഒരു ബ്രാഹ്മണ ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥ ബ്രാഹ്മണരെന്ന് പറയുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്നവർക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതിനാൽ എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണ കോൺഷ്യസി വന്നാലും അവരും ബ്രാഹ്മണ ദീക്ഷ എടുക്കണം. ദീക്ഷയ്ക്ക് ശേഷം അവരും ബ്രാഹ്മണ ദീക്ഷ എടുത്താലേ അവരെ ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കത്തുള്ളൂ. എങ്കിൽ ഇപ്പൊ നമ്മൾ മാധവേന്ദ്രപുരിയുടെ കഥ പറഞ്ഞപ്പോഴും പറയുന്നുണ്ട്, അന്നൊക്കെ ഒരുപാട് ബ്രാഹ്മണരുള്ളതാണ് വൃന്ദാവനത്തില്. അപ്പം മാധവേന്ദ്രപുരി അദ്ദേഹം അവിടെ പിന്നെ ഗോപാലനെ, അതായത് പിന്നെ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകളില് ഭഗവാൻ ഗോപാല ഭഗവാനെയൊക്കെ അവിടെ സ്ഥാപിച്ചതിന് ശേഷം കുറെ ബ്രാഹ്മണർ അവിടെ വന്നു. അവര് സർവീസ് ഒക്കെ ചെയ്തെങ്കിലും അവർക്കൊക്കെ ദീക്ഷ കൊടുത്ത്, ബ്രാഹ്മണ ദീക്ഷ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം അവിടുത്തെ പൂജാതി കർമ്മങ്ങളിലൊക്കെ അവരെ ഏർപ്പെടുത്തിയത്. അങ്ങനെ പറയുന്നുണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ അതാണ് അന്നും എപ്പോഴും നമ്മളൊരു ഗുരുവിന്റെ സാന്നിധ്യം, അതായത് ഒരു ഗുരുവിന്റെ സാമീപ്യം, ഗുരുവിൽ നിന്ന് നമ്മൾ ദീക്ഷ സ്വീകരിച്ച് പിന്നെ ആധികാരികമായിട്ടുള്ള ഈ ഒരു എന്താ പറയാ പരമ്പരയില് നമ്മൾ ബന്ധിക്കപ്പെടണം. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന് ആ ഒരു യഥാർത്ഥത്തിൽ നമ്മുടെ കൃഷ്ണാവബോധത്തില് നമുക്ക് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പൊ ഒരുപാട് ഏത് ആൾക്കാരും പോയി ഇപ്പം ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് പോകാറുണ്ട്. പക്ഷെ അതൊക്കെ വ്യത്യസ്തമായ എന്താ പറയാ അനുഷ്ഠാനങ്ങളാണ്. പക്ഷെ ഭഗവാനെ സേവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗുരുവിനെ സ്വീകരിച്ച്, അവരും ഗുരുവിനെയൊക്കെ സ്വീകരിക്കുന്നതാണ്. പക്ഷെ അതിനകത്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇപ്പം ഭഗവാനോടുള്ള സ്നേഹവും പ്രേമവുമാണ് വളർത്തിയെടുക്കേണ്ടത്, അല്ല അനുഷ്ഠാനങ്ങളിലൂടെയല്ല. ബ്രാഹ്മണരൊക്കെ സ്മാർത്ഥ ബ്രാഹ്മണരെന്ന് വെച്ചാൽ അവരൊക്കെ അനുഷ്ഠാനങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നമ്മള് കൃഷ്ണാവബോധത്തിലെ ഭക്തരെന്ന് വെച്ചാൽ അത് ബ്രാഹ്മണരിൽ കൂടുതൽ ഭക്തന്മാരെന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ആണ് നമ്മൾ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ്. അങ്ങനെ ഭഗവാന് അവിടുന്ന് വൃത്തകാശിയിൽ നിന്ന് പിന്നെ ചെന്നിട്ട് ഒരുപാട് ബ്രാഹ്മണര് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അവിടുത്തെ മിക്കവാറും ആൾക്കാർ ബ്രാഹ്മണരാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടെ വിശ്രമിച്ചു. ഇനി അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് അടുത്തത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, ചൈതന്യ ചരിതാമൃതം കി ജയ്, നിത്യായ ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. വാഞ്ചകൽപതരോഭ്യസ്യ കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദി കി ജയ്, നിത്യായ ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൾ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇന്ന് എത്ര ശ്ലോകം പഠിപ്പിച്ചത്? എന്തോ? ഇനി എത്ര ശ്ലോകം വരെ പഠിപ്പിച്ചത്? ഞാൻ 20ാമത്തെ ശ്ലോകം മുതൽ 39ാമത്തെ ശ്ലോകം വരെ എടുത്തിട്ടുണ്ട്. നല്ല കാശായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു വെരി മച്ച്. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാജി, ഒരു ഡൗട്ട് ഉണ്ട് മാജി. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. മാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാജി. മാജി, ഞാൻ ഇതുപോലെ മുരാരി ഗുപ്തയെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതുപോലെ രാമനാമം ജപിക്കാതിരിക്കാൻ പറ്റില്ല. ആ അവസ്ഥ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ മാജി? ഇന്നത്തെ ആ ബ്രാഹ്മണന്റെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത്. ആക്ച്വലി ഈ മുരാരി ഗുപ്ത എന്ന് പറയുന്നത് ഹനുമാന്റെ അവതാരമാണ്. മനസ്സിലായോ? ഹനുമാൻ എന്ന് പറയുന്ന ശ്രീരാമഭക്തനാണല്ലോ. ശ്രീരാമഭക്തനായിട്ടുള്ള ഹനുമാന്റെ അവതാരമാണ് മുരാരി ഗുപ്ത. അപ്പം ചൈതന്യ ലീലയില എല്ലാ ഭക്തന്മാരും, അതായത് ഇപ്പം ശ്രീരാമചന്ദ്രന്റെ ലീലയില ഉണ്ടായിരുന്നതാണ് ഹനുമാൻ. അപ്പൊ അദ്ദേഹവും വന്നു. കാരണം എല്ലാം ക്ലിയർ ആക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഭക്തി എന്താണ്, ഒരു ഭക്തൻ എന്താണെന്ന് ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പം എല്ലാ ഭക്തന്മാരെയും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കൃഷ്ണലീലയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പണ്ടൊക്കെ മുതലേ ഇപ്പൊ തന്നെ നമ്മള് ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലായാലും ഇപ്പൊ ഒരുപാട് പേര് എന്താണ് ശ്രീരാമന്റെ ഭക്തന്മാരുണ്ട്. പക്ഷെ കലിയുഗത്തില ഇപ്പം നമ്മള് ഈവൻ ഈ രാമനാമം ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം, നമ്മളിപ്പോ ചൈതന്യ മഹാപ്രഭു ആണല്ലോ ഹരേ കൃഷ്ണ മഹാമന്ത്രമാക്കിയത്. അപ്പൊ രാമനാമം ആദ്യം നമുക്ക് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതാ ശ്രീരാമനെ വെച്ചാണ് അവര് രാമ എന്ന് ആദ്യം ഉച്ചരിക്കുന്നത്. ത്രേതായുഗം ആദ്യം അവിടെ ശ്രീരാമചന്ദ്രൻ അവതരിച്ചു, പിന്നെ കൃഷ്ണന് ദ്വാപരയുഗത്തിൽ അവതരിച്ചു, അങ്ങനെ കൃഷ്ണനാമം. അപ്പൊ ഇവിടെ ബ്രാഹ്മണൻ ആക്ച്വലി അദ്ദേഹം പണ്ട് മുതലേ ആ ഒരു വിശ്വാസത്തില് ശ്രീരാമന്റെ ഭക്തനായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം അങ്ങനെ ജപിച്ചു വന്നെങ്കിലും മഹാപ്രഭുവിനെ കണ്ട നിമിഷം അതാണ്. അപ്പം ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണൻ, അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം. അതായത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, അതായത് ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ. മനസ്സിലായോ? അതായത് ജയ് ഗോർ സേയ് കൃഷ്ണ സേയ് ജഗന്നാഥ് എന്ന് പറയത്തില്ല. അതായത് ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി. പക്ഷെ ഇത് കലിയുഗമായതുകൊണ്ട് നിങ്ങൾ ഈ നാമം ജപിക്കണം. രാമന്റെ നാമം മാത്രം ജപിച്ചാൽ പോരാ. കൃഷ്ണലോകത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം ജപിക്കണം. കൃഷ്ണഭക്തി, ആ ഭക്തി എന്ന് വെച്ചാൽ പരിശുദ്ധമായ ഭക്തിയാണ്. നമ്മൾ ആ ഗോപികമാരുടെ ലെവലിലേക്ക് ഭഗവാൻ ആ മാധുര്യ രസത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ. അപ്പം ഈ എന്താ പറയാ, ഹനുമാന്റെ ഭക്തി എന്ന് പറയുന്നത് അത് ദാസ്യഭക്തിയാണ്. പക്ഷെ ഭഗവാൻ ഈ ദാസ്യഭക്തിയെക്കാട്ടിലും സഖ്യഭക്തിയെക്കാട്ടിലും വാത്സല്യഭക്തിയെക്കാട്ടിലും മാധുര്യഭക്തിയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് രമ്യ കശ്ചിത് ഉപാസന വ്രജവധു. അതായത് ഗോപികമാര് ഭഗവാനെ സേവിച്ചതാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സേവ. അപ്പൊ അത് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു കൃഷ്ണഭക്തിയിലേക്ക്, മാധുര്യ രസത്തിലേക്ക് എല്ലാ ഭക്തന്മാരെയും ഒരേപോലെ ഉയർത്തി കൊണ്ടുവരണം ഭഗവാൻ. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ആ ബ്രാഹ്മണനെ ആ രീതിയിൽ. അപ്പം ഓരോരുത്തടത്തും ചെല്ലുമ്പോഴാ, ഇപ്പം മുരാരി ഗുപ്തയുടെ കാര്യം പറഞ്ഞു. മുരാരി ഗുപ്തയോട് പറഞ്ഞ എന്താണ്, മുരാരി ഗുപ്ത എവിടെ കാണുന്നതും എന്ത് കാണുന്നതും എല്ലാം ശ്രീരാമചന്ദ്രനെയാണ്. അപ്പൊ മുരാരി ഗുപ്തയോട് പറഞ്ഞ് നീ കൃഷ്ണനാമം ജപിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം രാത്രി പോയി കിടന്ന് അദ്ദേഹം ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. പക്ഷെ പിന്നീട് പിറ്റേന്ന് വന്നേച്ച് പറഞ്ഞു ഭഗവാനോട്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ എവിടെ നോക്കിയാലും ഞാൻ ശ്രീരാമചന്ദ്രനെയാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാ, നീ യഥാർത്ഥ ഭക്തനാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ അപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇപ്പം ഒരു ബ്രാഹ്മണനെ കണ്ട്, ആരെ കണ്ടാലും കൃഷ്ണഭക്തി ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുക. അതാണ് മഹാപ്രഭുവിന്റെ ദൗത്യം എന്ന് പറയുന്നത്. കാരണം കൃഷ്ണഭക്തിയിലാണ് കൂടുതൽ പ്യൂരിറ്റിയും. അത് മറ്റേതിനകത്ത് പ്യൂരിറ്റി ഇല്ലെന്നല്ല, നമുക്ക് ഗോലോക വൃന്ദാവനമാണ് നമ്മുടെ ധാമം. അപ്പൊ അവിടെ നിന്ന് വന്ന നമ്മളെ തിരിച്ചവിടേക്ക് തന്നെ കൊണ്ടുപോയി മാധുര്യ രസത്തിൽ ഏർപ്പെടുത്തണം. നമ്മുടെ ആ എന്താ പറയാ മൂലസ്വരൂപത്തിൽ എത്തിക്കണം ഭഗവാൻ. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ദൗത്യം എന്ന് പറയുന്നത്, മിഷൻ. അതാണ്. മനസ്സിലായോ? മനസ്സിലായി മജി. ഹരേ കൃഷ്ണ. ഇതുപോലെ നമ്മള്
ശ്രീരാമസ്വാമിയോടാണ് നമുക്ക് അറ്റാച്ച്മെന്റ് എങ്കിൽ അയോധ്യ പോലുള്ള സ്ഥലങ്ങളും ഉണ്ടല്ലോ ആ സ്പിരിച്വൽ വേൾഡ്, അവിടോട്ടാ പോകുന്നത്, അപ്പം അവിടോട്ട് അവിടെ പോകും. ആയിരിക്കാണോ എത്തുന്നത്? ആ അപ്പൊ വാത്സല്യ ഭാവമാണെങ്കിൽ ഇപ്പൊ അവിടെ ഇതുണ്ട്, വൃന്ദാവനം, അയോധ്യ, മഥുര, അങ്ങനെ 2-3 വിഭാഗങ്ങളുണ്ട് ഈ പിന്നെ ഗോലോക വൃന്ദാവനത്തിലായാലും. അപ്പം നമുക്ക് ഇപ്പൊ നമ്മൾ മുക്തി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സായുജ്യ മുക്തി, സാലോക്യ മുക്തി, അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവര് അത് വൈകുണ്ഠത്തിലാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അവർക്ക് സായുജ്യം കൊടുക്കും. പക്ഷെ ഗോലോക വൃന്ദാവനത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം, അതായത് നമ്മളെ മാധുര്യ രസത്തിലൂടെ നമ്മളെ കൊണ്ടുപോയി ഭഗവാന്റെ ധാമത്തില് മാധുര്യ സേവനത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതാ ഇപ്പൊ നമുക്കിപ്പം ശ്രീരാമചന്ദ്രന്റെ ഭക്തന്മാര് തീർച്ചയായിട്ടും അത്രയും ഭക്തിയുള്ളവര് ആ ലോകത്തിലേ പോകത്തുള്ളൂ, അയോധ്യയിലേ പോകത്തുള്ളൂ. ശരി മാജി, മനസ്സിലായി മാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരി. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ന്യൂ ക്വസ്റ്റ്യൻ ഉണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. വൈൻഡപ്പ് ചെയ്തോളൂ ഐശ്വര്യ. ഇല്ലയോ സ്ഥലത്ത്? ആരെയും കാണുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.